ഓപ്പറേഷൻ സൈ ഹണ്ടിൽ കൊച്ചിയിൽ നിന്ന് പിടിയിലായ വിദ്യാർത്ഥികൾ അടങ്ങുന്ന തട്ടിപ്പ് സംഘം 3 പേരാണ് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്നതിനിടയിൽ പിടിയിലായത്. അഭിഷേക്, ഹാഫിസ്, അൽത്താഫ് എന്നിവരാണ് പിടിയിലായത്. ഇവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് ഇന്നലെ മാത്രം 6 ലക്ഷം രൂപ പിൻവലിച്ചു. ഇപ്പോൾ പോലീസ് കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ഇതിനകത്ത് കുറെ USDT ട്രാൻസാക്ഷൻസ് കൂടെ ഉള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അന്വേഷണം പ്രാഥമിക സ്ഥിതിയിലാണ്. കുറച്ചുകൂടി നല്ല രീതിയിൽ അന്വേഷിച്ചാൽ നമുക്ക് നല്ല വിവരങ്ങളെല്ലാം കിട്ടും. കൂടുതൽ വിദ്യാർത്ഥികളാണ്. ഈ വിദ്യാർത്ഥികൾക്ക് അറിയുന്നില്ല ഇവർ ഇത്തരത്തിലുള്ള അവർ കൊടുക്കുന്ന അക്കൗണ്ടുകൾ വലിയ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ നടത്താൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നത്. അപ്പോൾ ഈ അറസ്റ്റ് ചെയ്ത എല്ലാ ആൾക്കാർ വിദ്യാർത്ഥികൾ തന്നെയാണ്. പക്ഷേ ഇവർക്കറിയാം ശരിക്കും ഇവർ ഈ സൈബർ കുറ്റകൃത്യങ്ങൾ കൂടെ വരുന്ന പൈസ ഇതിൽ കൂടെ എടുത്തു കൊടുക്കുന്നുണ്ട്, ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ടെന്ന വിഷയം ഇവർക്ക് ബോധ്യമുണ്ട്. അപ്പോൾ കൂടുതൽ കുട്ടികൾ ഇതുപോലെ അക്കൗണ്ട് എടുത്തു കൊടുക്കുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കണമെന്നതാണ് പ്രധാനമായിട്ട് ഇതിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. അതൊന്നും അറിയില്ല. നമ്മൾ ബാക്കി ഇതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാൽ മാത്രമേ അറിയൂ. ഈ 3 പേര് ഒരുമിച്ച് പഠിക്കുന്നത് തന്നെയാണോ അതോ അല്ല വേറെ വേറെയാണ്? ഇപ്പൊ സുഹൃത്തുക്കൾ കൂടെ ആണ്. ഇപ്പോൾ ഈ അഭിഷേകിന്റെ അയൽവാസിയുടെ സുഹൃത്താണ് ഈ ഹാഫിസ് എന്നയാൾ. അങ്ങനെയാണ് അവർ പരിചയപ്പെട്ടത്. മറ്റ് ഉള്ളവർ കൂടെ ഇതുപോലെ ഒരു കോളേജിന്റെ സുഹൃത്തുക്കൾ അടുത്ത് നിന്ന് പരിചയപ്പെട്ടു. ഇത് ഫ്രോഡാണെന്ന് അല്ലെങ്കിൽ ഇത് ഇവർക്ക് 3 പേർക്ക് എന്തായാലും അറിയാം. ബാക്കിയുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ കണ്ണികളായിട്ടുണ്ട്. അതെ. ഈ അക്കൗണ്ടിന്റെ നിയന്ത്രണം കൊടുക്കുന്നു പറയുമ്പോൾ അപ്പോൾ ഇവർ അക്കൗണ്ടിന്റെ ഫുൾ വിവരങ്ങൾ അവർക്ക് കൈമാറാണോ? എങ്ങനെയാണ്? അങ്ങനെയാണ്. ഇപ്പോൾ ഇന്നലെ ഇവർ വിഡ്രോ ചെയ്യുന്നത് ഈ അൽത്താഫിന്റെ ചെക്ക് ബുക്ക് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അക്കൗണ്ട് ഇങ്ങോട്ട് കൈമാറുമ്പോൾ അക്കൗണ്ടിന്റെ ബേസിക് KYCയും അതോടൊപ്പമുള്ള ചെക്ക് ബുക്കുകൾ, കാർഡുകൾ എല്ലാം കൂടിയിട്ടാണ് കൈമാറുന്നത്. ഈ കോളേജുകൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെ വലിയ തോതിൽ അക്കൗണ്ട് ക്യാമ്പയിനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മളിനി കുറച്ച് അവയർനെസ് ക്യാമ്പയിനുകൾ ഭാഗമായിട്ട് കോളേജുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ ഇതിൻ്റെ അവയർനെസ് ക്യാമ്പയിൻ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഈ കോളേജ് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ എങ്ങനെയാണ് കോളേജ് വിദ്യാർത്ഥികളുടെ ഗ്യാങ് സൈബർ ക്രൈം വഴി പണം തട്ടിപ്പ് നടത്തിയതെന്ന് വിശദീകരിക്കുകയായിരുന്നു.